അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ കുഞ്ഞുമോൻ കാക്കി അവർ യോഗം ഉദ്ഘാടനം ചെയ്ത അഷ്റഫ് വേങ്ങാട് അവരുടെ സ്വാഗതം ആശംസ മുജീബ് കുട്ടൂർ, പ്രിയപ്പെട്ട അഹമ്മദ് പാളയാട്ട്, നിസാമമ്മാട്, നാസർ വെളിയങ്കോട്, ഇടവനക്കാട് നാസർ, ഹാരിസ് കല്ലായി, ഓക്കർ അരിമ്പ്ര, മുസ്തഫ മലയിൽ, മുസ്തഫ മഞ്ഞക്കുളം, ഇൻസാറ നാസർ, കുഞ്ഞാപ്പ പൂക്കോട്ടൂർ, സക്കീർ കാഞ്ഞങ്ങാട്, നാസർ ഉണ്ണിയാൻ തുടങ്ങി വേദിയിലും സദസ്സിലൊക്കെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കെ എം സി സിയുടെ സാരഥികൾ, കെ എം സി സിയുടെ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട കൊച്ചു അനുജത്തിമാരെ, കൊച്ചു അനുജന്മാരെ, മീഡിയ പ്രതിനിധികളെ, ഏതായാലും സന്തോഷമുണ്ട്. മക്ക കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ഹജ്ജ് സമയത്ത് ഹജ്ജാജികൾക്ക് സേവനത്തിൻ്റെ മനസ്സും അവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സഹകരണ മനോഭാവമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തുല്യതയില്ലാത്ത വിധത്തിൽ ഹാജിമാരെ, അള്ളാഹുവിൻ്റെ അതിഥികളെ അത് സേവിക്കുന്നത് വ്യക്തിപരമായൊരു ചുമതലയായി ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു 1.5 മാസക്കാലം ചിലവഴിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ശുദ്ധ ഖുർആൻ തന്നെ ഹജ്ജ് സംബന്ധമായിട്ട് പ്രാധാന്യത്തോടെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫിന്നാസി ബിൽ ഹജ്ജ് യതൂക റിജാലൻ അലാ കുല്ലി നാബിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീൻ. അത്രയ്ക്കേറെ പരാമർശങ്ങൾ ഹൃദയത്തിൽ തട്ടിയ, അള്ളാഹു തന്നെ ഹൃദയത്തിൽ തട്ടിയ ഭാഷയിലാണ് ആ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിയാളം കേട്ടുകൊണ്ട് വൻകരകൾ താണ്ടിയാണ്, മലയും കാടും കടലും ഒക്കെ താണ്ടിയിട്ടാണ് അവർ മക്ക മരുഭൂമിയിലേക്ക് എത്തുന്നത്. മുസ്ലിം ഉമ്മത്തിൻ്റെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സംഘബോധത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവായി ഹജ്ജ് ലോക ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജേണി ഓഫ് എ ലൈഫ് ടൈം എന്നാണ് ഹജ്ജിനെ കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്യാറുള്ളത്. BBC അല്ല, അമേരിക്കൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ABC. ഹജ്ജിനെ കുറിച്ച് അവർ ഹജ്ജിൻ്റെ വേളയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ റിപ്പോർട്ടിൽ ആ പരിപാടിയെ അവർ വിശേഷിപ്പിക്കുന്നത് ജേണി ഓഫ് എ ലൈഫ് ടൈം എന്നാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ യാത്ര എന്നാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെടുന്ന മറ്റൊരു യാത്രയില്ല എന്നുള്ളതാണ്. ഹജ്ജ് യാത്രയോട് സാദൃശ്യപ്പെടുന്ന, കിടപിടിക്കുന്ന മറ്റൊരു യാത്രയും മനുഷ്യ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഒരു മുസ്ലിം ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അല്ല ABC, അമേരിക്കയുടേതാണ്. പക്ഷെ അവർ പോലും വിലയിരുത്തുന്നത് അതാണ്. ഹജ്ജിൻ്റെ കാഴ്ചപ്പാട് അത്രമേൽ മനോഹരമാണ് എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് മുതലല്ല ഒരു ഹജ്ജാജി യാത്ര ആരംഭിക്കുന്നത്. എന്ന് മുതലാണോ അവൻ്റെ മനസ്സിൽ ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കണം എന്നുള്ള ഉദ്ദേശം വരുന്നത്, അതുമുതൽ തുടങ്ങുകയാണ്. അത് അള്ളാഹു അങ്ങനെ ഇട്ടുകൊടുക്കുന്നു. അള്ളാഹു
ഒരാളെ ഹജ്ജിന് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചാൽ ആദ്യമായി അവൻ്റെ മനസ്സിലേക്ക് അത് അല്ലാഹു വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഹജ്ജ് ചെയ്യാൻ പോകുന്നു, എനിക്ക് ഹജ്ജ് ചെയ്യണം എന്നൊരാൾ മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ ആ വിചാരം അത് നടപ്പാക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ നടത്തുന്നു. അപ്പോൾ മുതൽ തന്നെ അയാൾ ആ യാത്ര ആരംഭിക്കുകയാണ്. പിന്നീട് എല്ലാ കാര്യങ്ങളും ഒത്തുവന്നു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമുക്കറിയാം, ദുൽഹജ്ജ മാസത്തിലെ എണ്ണപ്പെട്ട ദിനങ്ങളിലാണ് ഹജ്ജ് നടക്കുന്നതെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ദുൽഹിജ്ജ മാസത്തിലെ സുപ്രധാനമായ ആ ദിനങ്ങൾ, അറഫാ ദിനം വരുന്ന ദുൽഹിജ്ജ 9 അത് തുടങ്ങി, അന്നു മുതൽ തുടങ്ങുന്നു ഹജ്ജിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകൾ എന്നുള്ളതാണ്. അൽ-ഹജ്ജ് അറഫ എന്ന് പറയുന്നുണ്ടല്ലോ, വിശുദ്ധ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ അറഫയിൽ നിന്ന് പിന്നെ അതിൻ്റെ അവിടെ ആ അറഫ എന്നുള്ളത് നിങ്ങളോടിപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, സൗദിക്കാരായ നിങ്ങളോട്. അറഫയിൽ അവിടെ ഒരേ വേഷം, ഒരേ മന്ത്രങ്ങൾ, അതിൽ ഉരുവിട്ടുകൊണ്ടാണ് തൂവെള്ള സാഗരം എന്നതിനെ പലപ്പോഴും പലരും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത് അവിടെ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഒന്നുമുള്ള വ്യത്യാസം അവിടെ ഇല്ല. രാജാവെന്നോ അടിമയെന്നോ ഉടമയെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ ഉള്ളൊരു വ്യത്യാസവുമില്ലാതെയാണ് അവിടെ മനുഷ്യ സാഹോദര്യം പൂത്തുലയുന്നത്. അവിടെ എല്ലാവരെയും ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാജാവും ഗർവ് നടിക്കുന്നില്ല, ഒരു തൊഴിലാളിയും അവിടെ അപകർഷ ബോധത്തിലേക്ക് താഴ്ന്നു പോകുന്നുമില്ല. എല്ലാവരും ഒരേ വികാരത്തോടെയാണ്, എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്തയുള്ളൂ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാണ്. അള്ളാഹു വിളിച്ചു, അള്ളാഹുവിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ എത്തിയിരിക്കുന്നു എന്ന് എല്ലാവരും അള്ളാഹുവിനോട് പറയുകയാണ്. അതിനപ്പുറത്ത് മറ്റൊരു ചിന്തയും അവിടെ ഇല്ല. അത് പറയാൻ ആരെയും പേടിക്കുന്നുമില്ല എന്നുള്ളതാണ്. ആരെയും കാത്തിരിക്കുന്നുമില്ല, അയാളത് പറയട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്ന് ആരും കാത്തിരിക്കുന്നില്ല. എല്ലാവരും അവനവൻ്റെ മനസ്സിൽ നിന്നും അവരറിയാതെ തന്നെ പുറത്തു വരുന്ന ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള അദമ്യമായ സ്നേഹവും ഭക്തിയും നന്ദിയും കടപ്പാടുകളും അവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണല്ലോ. സാഹോദര്യമാണ് ഇസ്ലാം എന്നും മുന്നോട്ട് വെക്കുന്നത്. ആ സാഹോദര്യം അത് ആഴ്ചയിലൊരിക്കൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ എന്ന് ജുമുഅ ദിവസം പള്ളിയിൽ മുഅദ്ദിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്രി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ ഹജ്ജാണ്, മിസ്കീന്മാരുടെ ഹജ്ജാണ്. അത് പരിശുദ്ധമായ ജുമുഅ. അപ്പോൾ അത് ഓരോ ആഴ്ചയിലും അത് സംഭവിക്കുകയാണ്. അപ്പോൾ ആ ഹജ്ജിലും ആ കൂടിച്ചേരലിലും ആ നാട്ടിലെ എല്ലാവരും അവിടെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ്. അത് സാഹോദര്യത്തിൻ്റെ, സംഘബോധത്തിൻ്റെ പ്രതിവാര കാഴ്ചയാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൂടി താഴോട്ട് നോക്കിയാൽ ഓരോ 5 വക്തിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒറ്റയ്ക്കുള്ള നമസ്കാരത്തെക്കാളും 27 ഇരട്ടി പ്രതിഫലം സംഘമായി ചേർന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നു. അതും ആദ്യ വക്തിൽ അഫ്ദലായ നമസ്കാരം അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നുണ്ട്,
ആദ്യ ജമാഅത്തിൽ തന്നെ അത് പങ്കെടുത്ത് നിർവഹിക്കുമ്പോൾ, കൂട്ടായി അത് നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലമുണ്ടാകുന്നു. അപ്പോൾ ഓരോ ദിവസവും 5 നേരമെങ്കിലും നമ്മളങ്ങനെ കൂടിയിരിക്കണം, കൂടിച്ചേരണം എന്നുള്ള ആ നിർദ്ദേശം. അപ്പോൾ അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളുടെ സാഹോദര്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് തന്നെയാണ്. അപ്പം അതിൻ്റെ വാർഷികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ അത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള തിരുസന്ദേശം അത് മനുഷ്യരാശിക്ക് മുഴുവനും ഉള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ലോകത്തെ മുഴുവനും മനുഷ്യ സമൂഹത്തോടാണ് ഖുർആൻ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അത് അവതരിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ അറബിയീൻ എന്നല്ല പറഞ്ഞത്. അറബികൾക്കുള്ള കാരുണ്യം മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യമായിട്ടാണ്. എല്ലാ ലോകങ്ങളുടെയും കാരുണ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നു, നാളെ നമ്മൾ എവിടെ ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചന്ദ്രനിലാവും, വേറെ ഏതെങ്കിലും ഗോളങ്ങളിലാവും. ശാസ്ത്രം അങ്ങനെ വളരുകയാണല്ലോ. ചിലപ്പോൾ നീ ചന്ദ്രനിലൊന്നും പോയില്ലെങ്കിലും ബഹിരാകാശത്ത് പ്രത്യേകമായിട്ടുള്ള കൂടാരങ്ങളൊക്കെ കെട്ടി അവിടെയും ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ശാസ്ത്രം കണ്ടെത്തി എന്ന് വരും. എവിടെയായാലും അവിടെയൊക്കെ അനുഗ്രഹം, അവിടത്തൊക്കെയുള്ള അനുഗ്രഹമായിട്ട് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ആ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൂടെ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രം അത് മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. ആ മുഴുവൻ മനുഷ്യരുടെയും സ്നേഹവും സാഹോദര്യവും കടപ്പാടുകളും പങ്കുവെപ്പും ആ സഹജീവികളോടുള്ള അന്യോന്യമുള്ള പ്രതിബദ്ധതയും ഇതെല്ലാം ഹജ്ജിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയുകയാണ്. അതിനുവേണ്ടിയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഹാജിമാർ ഓരോ വർഷവും ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയായി അവർക്ക് നിർവഹിക്കുന്നു. ആ നിർവഹണത്തിൽ അവരെ സഹായിക്കാൻ ഒരുപാട് പേര് പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഹാജി മാത്രമല്ലല്ലോ, ഹാജിയെ സഹായിക്കാൻ ഓരോ രാജ്യത്തെ ഗവൺമെൻറ്റുകളുണ്ട്. അതാണ് ലോകത്ത് ഇത്രയേറെ മന്ത്രാലയങ്ങളുള്ള മറ്റൊരു വകുപ്പുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത്രയേറെ രാജ്യങ്ങളിൽ മന്ത്രാലയങ്ങളുള്ള ഒരു വകുപ്പും വേറെ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഹജ്ജ് മന്ത്രാലയമുണ്ട്. എവിടുന്നൊക്കെ ഹജ്ജിന് ആളുകൾ വരുന്ന ആ രാജ്യങ്ങളിലൊക്കെ ഹജ്ജ് മിനിസ്ട്രി ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈനയിലുണ്ട്, ഹജ്ജിന് അവർ പറഞ്ഞേക്കുന്നുണ്ടല്ലോ. അമേരിക്കയിൽ നിന്ന് ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്, ബ്രിട്ടനിൽ നിന്ന് ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്, ഫ്രാൻസിൽ നിന്ന് ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ലോകത്തെ ഏത് രാജ്യങ്ങളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് പറയുകയും വേണ്ട, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഹജ്ജ് മന്ത്രാലയങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായ സംവിധാനങ്ങളോ ഉണ്ട്. അപ്പോൾ ഇത്രയേറെ രാജ്യങ്ങൾ, ലോകത്ത് 100-200 രാജ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ബഹുഭൂരിഭാഗം രാജ്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും എന്ന് തന്നെ പറയാം, അവിടെയൊക്കെ മുസ്ലിങ്ങളും ഉണ്ടാവും. അവരൊക്കെ ഹജ്ജിനും വരുന്നവരാണ്. ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഹജ്ജിന് വരുന്നവരാണ്. അവരൊക്കെ ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ലോകത്തെ മുഴുവനും ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്നുള്ളത്. അപ്പോൾ അത് ഇവിടെ പരിശുദ്ധ അറഫയിലും മിനയിലും മുസ്ദലിഫയിലും വിശുദ്ധ ഹറം കഅബയിലേക്ക് ചുറ്റും സഫാ മർവയ്ക്കിടയിലും ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളിൽ, പുണ്യകരമായിട്ടുള്ള പ്രദേശങ്ങളിൽ അതൊക്കെ നടത്തപ്പെടുമ്പോൾ അവിടെ ഒരുപാട് സംവിധാനങ്ങൾ അവിടെ ഒരുമിച്ച് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ രാജ്യത്തെ ഗവൺമെൻറ്, പിന്നെ ഇവിടെ വന്നാൽ സൗദി ഗവൺമെൻറ്, ഓരോ രാജ്യത്തു നിന്നും പ്രത്യേകമായിട്ടുള്ള യാത്രാ സംവിധാനങ്ങൾ, അതിനുള്ള കമ്പനികൾ, വിമാന കമ്പനികൾ ഒക്കെ വ്യത്യസ്തമാണ്. ഓരോ രാജ്യത്തെയും വിമാന കമ്പനികൾ
അവരവരുടെ ഓരോ രാജ്യത്തിൻ്റെയും ഏറ്റവും അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള വിമാന സർവീസ് തന്നെയായിരിക്കും ഹജ്ജിനും ആളുകളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സംവിധാനവും അതിൻ്റെ മുഴുവനും പ്രാമുഖ്യവും പ്രാബല്യവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹജ്ജിനെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ്മയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമങ്ങളുമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ യൂണിഫോം ഇട്ട് ഇവിടെ ഇരിക്കുന്ന KMCCയുടെ ഹജ്ജ് കർമ്മ സേന എന്നതിനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ പറ്റും. നിങ്ങളെല്ലാവരും ഹജ്ജിൻ്റെ സേനാ നായകന്മാരാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KMCCയും അതിൻ്റെ ഭാഗമാണ്. ലോകത്തെ ഹജ്ജ് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ KMCCയും അതിൽ പങ്കാളിത്തം വഹിക്കുന്നു. പലതവണ നമുക്കത് തെളിയിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അസ്രഫ് ഇവിടെ പറഞ്ഞു, കുഞ്ഞിമോൻ കാക്കി അവിടെ പറഞ്ഞു, പലപ്പോഴും പലരുടെയും വിവരണങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കേൾക്കുവാൻ കഴിയുന്നത്. അരിമ്പ്ര അവിടെ പറഞ്ഞു. ഒക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ഹജ്ജിനെ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ലോകത്തെ മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉപവിഭാഗമായ KMCCയും അതിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. മഹാനായ ഖായിദുൽ ഖൗം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം തൊട്ട് തന്നെ ഹജ്ജുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗ് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പിന്നെ KMCC രൂപീകരിക്കപ്പെട്ടപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അത് KMCC ഏറ്റെടുത്തു. അത് ഭംഗിയായി അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെ ഒരു കടമയാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ മക്കയിലെത്തി ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് ഞങ്ങളുടെയൊക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു ചുമതലയായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും അത് കാണുന്നത്. അത് ഇവിടെ വന്നുകൊണ്ട് അത് നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെയുള്ള സഹോദരങ്ങളെയും അതുപോലെ അത് പങ്കാളിത്തം വഹിച്ച നമ്മുടെ സഹോദരിമാരെ ഞാനത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒന്നും സേവനത്തിൻ്റെ മാർഗത്തിൽ, കാരണം മുസ്ലിം ലീഗ് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇത് മുസ്ലിം ലീഗ് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ്. ജനസേവനം എന്നുള്ളത് മുദ്രാവാക്യത്തിലോ എഴുത്തിലോ മാത്രം ഒതുക്കുന്നതല്ല. സേവനം എന്നത് കർമ്മപദത്തിൽ നമ്മളത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ സേവനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് KMCCയും ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇപ്പോൾ മുജീബ് നേരത്തെ പറഞ്ഞമാതിരി കഴിഞ്ഞ മെയ് 18 മുതൽ ജൂൺ 21 വരെ അല്ലേ നീണ്ടു നിന്ന 1.5 മാസക്കാലം നിങ്ങൾ വളരെ ഭംഗിയായി അത് നിർവഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിജയം നമ്മളെല്ലാവരും അത് അഭിമാനത്തോടെ ഓർക്കുന്നു. നമ്മൾ ആഘോഷിക്കുകയല്ല, നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇനിയും അടുത്ത വർഷവും നമുക്കത് തുടരേണ്ടതുണ്ട് എന്ന പ്രതിജ്ഞയാണ് നമ്മളെപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും വിവിധങ്ങളായ രീതിയിലായിരിക്കും നമുക്ക് പ്രവർത്തിക്കേണ്ടത്. ഏതെല്ലാം രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് കാലേക്കൂട്ടി അത് തീരുമാനിച്ച് അത് നടപ്പാക്കുന്ന ചരിത്രമാണ് KMCCക്കുള്ളത്. പുതിയ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ നമ്മളത് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് രീതിയിലായാലും ഹാജിമാരെ സേവിക്കാൻ, അവരിഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സേവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വരും കാലങ്ങളിലും നമുക്കത് നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും അതിന് സജ്ജരാണ്. നിങ്ങളെ പിൻഗാമികളെയും അത് ബോധ്യപ്പെടുത്തുന്നതിലും നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങളെ ആത്മാർത്ഥമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അത് സ്വീകരിക്കുമാറ്. ഏറ്റവും വലിയ അഭിനന്ദനം അതാണല്ലോ. ആരെയും ബോധ്യപ്പെടുത്താനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ല നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു വലിയ മനസ്സുണ്ട്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്താണ് ഹജ്ജ്. പഞ്ചകർമ്മങ്ങളിൽപ്പെട്ടതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം എന്നുള്ളത്. അപ്പോൾ അത്
വിജയകരമായി അത് നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹജ്ജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആ ഹാജിമാർക്ക് വേണ്ടിയുള്ള സേവനവും. അത് നിങ്ങളുടെ ഹിസാബിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അതിൻ്റെ പ്രതിഫലത്തെ ആ അവസരങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ നിർവഹിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അഭിനന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതില്ല എൻ്റെ നന്ദിയും അതിൻ്റെ സന്തോഷവും ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.